മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ തിരുഹൃദയം വിചിന്തനത്തിൽ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് അക്കാര്യമാണ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഇന്ന് ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വികലമായ പല ചിന്തകളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളുണ്ട്. ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുക, വിദേശത്ത് സാധിക്കുക, തക്ക സമയത്ത് വിവാഹം നടക്കുക, ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിത പങ്കാളിയെ കിട്ടുക, പിന്നെ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഭവനമുണ്ടാകുക, ഇങ്ങനെ പല കാര്യങ്ങളും ഭാഗ്യമായിട്ട് കാണുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നീ ഈ ഭാഗ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ യഥാർത്ഥ ഭാഗ്യം എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി അതിന് ഹൃദയവിശുദ്ധി നമുക്ക് വളരെ ആവശ്യമാണ്. യഥാർത്ഥ സൗഭാഗ്യം കൈവരിക്കാൻ ഈ വിശുദ്ധി നമുക്ക് ഉണ്ടായേ പറ്റൂ. ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും. മത്തായി 16, 17 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, കേസറിയ ഫിലിപ്പി പ്രദേശത്തുകൂടെ കടന്നുപോയ യേശു ശിഷ്യന്മാരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അവസാനം വളരെ വ്യക്തിപരമായിട്ട് അവരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നീ പഠിച്ചിരിക്കുന്നത്? ഞാൻ ആരെന്നാണ് നിന്റെ അനുഭവം? അവിടെ ഒരു നിശബ്ദതയായിരുന്നു. ആ നിശബ്ദത ഭേദിച്ച് മുമ്പോട്ട് വരുന്ന പത്രോസിനെ കാണാൻ പറ്റും. പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇത് കേട്ട് കർത്താവ് മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞത്, പത്രോസെ, നീ ഭാഗ്യവാൻ, കാരണം നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് മാംസരക്തങ്ങളിലൂടെ അല്ല, നിനക്കിത് വെളിപ്പെട്ട് കിട്ടിയത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിച്ചവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ടവർ. അതല്ലാതെ ഞാൻ സൂചിപ്പിച്ച പോലെ വിദേശത്ത് പോകാൻ പറ്റിയതോ സമ്പത്തുണ്ടാക്കാൻ പറ്റിയതോ ഉപരിപഠനം നടത്താൻ പറ്റിയതോ അതിനേക്കാളെല്ലാം ദൈവം നൽകുന്ന വെളിപ്പെടുത്തൽ അത് ഏറ്റെടുക്കാൻ സാധിച്ചവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ടവരുടെ ഗണത്തിൽപ്പെടുക. മറ്റൊരു വചനം നമുക്ക് സുപരിചിതമാണ്. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് അവന് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് നേടി? അതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ അയൽവാസികൾ നേടിയത് അതാണോ ഏറ്റവും വലിയ നേട്ടം? നമുക്കുണ്ടാക്കാൻ പറ്റിയത് അതാണോ ഏറ്റവും വലിയ നേട്ടം? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ലോകം മുഴുവൻ ഒരുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി? ആത്മരക്ഷ, അതാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് നാം കാണേണ്ടത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, റോമ 4:8 വചനം, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കർത്താവേ, നിന്റെ കണ്ണുകളിൽ ഞാൻ കുറ്റമറ്റ വ്യക്തിയാണോ? നിനക്ക് എൻ്റെ മേൽ കുറ്റങ്ങൾ ആരോപിക്കാനുണ്ടോ? ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് കർത്താവ് പറഞ്ഞേക്കാം. കാരണം നാം അതുപോലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരാണ്. ഇവിടെ പറയുകയാണ്, ദൈവം കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32 1-ാമത്തെ വചനം പറയുകയാണ്, പാപമോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. നമുക്കൊരു തെറ്റ് പറ്റിയെങ്കിലും നാം പാപത്തിൽ വീണുപോയെങ്കിലും ഉടനെ കുമ്പസാരത്തിലേക്ക് ചെന്ന് അനുതാപത്തോടെ കുമ്പസാരിച്ച് ആ ഒരു പാപമോചനം പ്രാപിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? അതാണ് യഥാർത്ഥ ഭാഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്ന്. സങ്കീർത്തനം 34:8 വചനം, കർത്താവിൽ ആശ്രയിക്കാൻ പഠിച്ചവൻ ഭാഗ്യവാൻ. മനുഷ്യരിലും മാനുഷിക ശക്തിയിലും എന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ, അതിന് സാധിക്കുന്നവർ ഭാഗ്യപ്പെട്ടവരെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുക.
സങ്കീർത്തനം 41:1 വചനം, ദരിദ്രരോട് ദയ കാണിക്കാൻ കഴിയുന്നവൻ ഭാഗ്യവാൻ. ആർക്കും ഒന്നും കൊടുക്കാതെ കണ്ട് ഇതെല്ലാം എനിക്ക് തന്നെ എന്നുള്ള മനോഭാവത്തിൽ കഴിയുന്നവരല്ല ഭാഗ്യപ്പെട്ടവരെന്ന്. സങ്കീർത്തനം 84:4 വചനം എടുത്താൽ, ദൈവത്തെ എപ്പോഴും സ്തുതിച്ച് ദൈവഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവഭവനത്തിൽ വസിക്കുന്ന ദൈവസ്തുതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവര്, അതിലൊക്കെ ആഗ്രഹമുള്ളവര്, അവരാണ് യഥാർത്ഥത്തിൽ ഭാഗ്യപ്പെട്ടവര്. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. അതിന് ഹൃദയശുദ്ധി വേണം. പക്ഷേ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. പുറപ്പാട് പുസ്തകം 34 അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെ, യെശയ്യായുടെ പുസ്തകം 30 20 മുതൽ 21 വരെ, അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും, ദൈവത്തെ നമുക്ക് കേൾക്കാൻ പറ്റും. അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, ഹൃദയവിശുദ്ധിയാണ് ഇതെല്ലാം സാധ്യമാക്കുന്നത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായർ 12:14 വായിച്ചാൽ അവിടെ പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. ഇനി ഈ വിശുദ്ധി നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ കവർന്നെടുക്കുന്ന ഒരു കാര്യം അടുത്ത വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹെബ്രായർ 12:15, വിദ്വേഷം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങൾ ഗൗരവപൂർവ്വം എടുത്ത് നമുക്ക് തിരുത്താൻ ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഹൃദയശുദ്ധിയുള്ളവരായി മാറാൻ നമുക്ക് പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയും ചെയ്യും. അതിനു വേണ്ട കൃപയ്ക്കായി നമുക്ക് ഈ തിരുഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളിന്ന് കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, എല്ലാ സമർപ്പിതരും ജീവിത വിശുദ്ധി പാലിക്കുന്നവരാകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധമായ ഈശോയുടെ തിരുഹൃദയമേ, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മൂലം കുത്തിത്തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങളുടെ എളിയ ഹൃദയത്തെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. നല്ല ഈശോയെ, അങ്ങേക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയെപ്പോലെ എളിമയും ക്ഷമയും അനുസരണവും ഉള്ളവരാകാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുഹൃദയ ഭക്തർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഈശോയുടെ മധുരമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ. ആമേൻ. ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുഹൃദയത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ അങ്ങ് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.